ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖി പ്രവചനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 34-ാം വാക്യം. ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. 1-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു റബ്ബിയായിരുന്നു ഗമാലിയേൽ. ദൈവത്തിന്റെ പ്രതിഫലം എന്നതാണ് ഗമാലിയേൽ എന്ന പേരിന്റെ അർത്ഥം. പരീശന്മാരുടെ പണ്ഡിതനായിരുന്ന ഹില്ലേലിന്റെ കൊച്ചുമകനും ശീമോന്റെ മകനുമായിരുന്നു ഗമാലിയേൽ. ഈ പേരിൽ പഴയ നിയമത്തിൽ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു. മനുഷ്യഗോത്രത്തിൽ പെദാസൂരിന്റെ മകനായ ഗമാലിയേൽ എന്ന വ്യക്തിയെക്കുറിച്ച് സംഖ്യാപുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കുന്നതായ ഗമാലിയേൽ മൂപ്പനും നിയമ പണ്ഡിതനും പരീശനും സന്നിധിരീം സംഘത്തിലെ അംഗവും ആയിരുന്നു. ഇദ്ദേഹം ഗമാലിയേൽ ഒന്നാമൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഗമാലിയേലിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, പരീശന്മാരുടെ ഗണത്തിൽ വേറിട്ടവനായി ജീവിച്ച റബ്ബി. ഗമാലിയേൽ തൻ്റെ കാലഘട്ടത്തിൽ അഴിമതിയെയും അനീതിയെയും എതിർത്തിരുന്ന ഒരു ഗുരുവായിരുന്നു. അതിനാൽ അദ്ദേഹം സന്നിധിരീം സംഘത്തിലെ തീവ്രവാദികളെ എതിർക്കുകയും നീതിക്ക് വേണ്ടി സമൂഹത്തിൽ നിലകൊള്ളുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഗമാലിയേലിന്റെ ഇടപെടൽ മൂലമായിരുന്നു അപ്പോസ്തലന്മാർക്ക് സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള സൗകര്യം കൂടുതൽ ലഭിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ പരീശ വിഭാഗത്തിൽ 2 കൂട്ടരുണ്ടായിരുന്നു. ഒരു കൂട്ടർ ശാഠ്യക്കാരും ദുർവാശിക്കാരുമായപ്പോൾ മറുഭാഗം വേറിട്ട ജീവിതം നയിക്കുന്നവരായിരുന്നു. അതിനാൽ ഗമാലിയേലും അക്കൂട്ടത്തിൽ ഒരുവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനാലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും വളരെ പ്രത്യേകതയുള്ളത് ആയിരുന്നു. അദ്ദേഹം പരീശന്മാരുടെ ഗണത്തിൽ വേറിട്ടവനായി ജീവിച്ച ഒരു റബ്ബിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട്, പഠിപ്പിക്കലുകൾക്കനുസരിച്ച് തൻ്റെ ജീവിതം ക്രമീകരിച്ച ഒരു റബ്ബി. നാം മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ട്, പലപ്പോഴും വാക്കും പ്രവൃത്തിയും ഒന്നല്ല എന്ന്. ഇവിടെ ഗമാലിയേൽ എന്ന റബ്ബി അതിന് നമുക്കൊരു മാതൃകയാണ്. മറ്റു മനുഷ്യരോട് ദയയും സഹതാപവും കാണിക്കണമെന്ന് പഠിപ്പിച്ച വ്യക്തിയായിരുന്നു ഗമാലിയേൽ. എന്നാൽ ഉണ്ടായേക്കാവുന്ന പല സാഹചര്യങ്ങളിലും വിവേകത്തോടും ശാന്തതയോടും തീരുമാനങ്ങൾ എടുക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഗമാലിയേൽ ബഹുമാന്യനായ ഒരു ധർമ്മ ഉപദേഷ്ടാവും ഗുരുവും ഭരണാധിപനും ഒക്കെ ആയിരുന്നു. മാത്രമല്ല, സ്ത്രീകൾക്ക് തീരെ മാന്യത കൽപ്പിക്കാതിരുന്ന അക്കാലത്ത് സ്ത്രീത്വത്തെ അവഗണിക്കരുതെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയും ആയിരുന്നു. ഇദ്ദേഹം വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ഗുരുവും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ മഹാനും മാന്യനുമായ ഒരു ഗുരു ആയിരുന്നതിനാൽ, അഥവാ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലും ജീവിതവും ഒന്നായിരുന്നതിനാൽ അക്കാലത്ത് സുവിശേഷ പ്രഘോഷണം ഏറെ നടത്തുവാനായിട്ട് ഇടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്രയും പേർ വചനം കേൾക്കണമെങ്കിൽ ഗമാലിയേൽ എന്ന റബ്ബിയുടെ സപ്പോർട്ടും അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മറ്റു മനുഷ്യരെ അംഗീകരിക്കുവാനും അവരുടെ പഠിപ്പിക്കലുകൾക്ക് വില നൽകുവാനും ഗമാലിയേലിന് സാധിച്ചു. ഇദ്ദേഹം ക്രിസ്ത്യാനികളെ വെറുക്കാത്ത ഒരു വ്യക്തിയും പിൽക്കാലത്ത് യേശു കർത്താവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനും ആയി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മതപണ്ഡിതനും അധ്യാപകനുമായ ഗമാലിയേലിന് ഇത്തരത്തിൽ സാധിച്ചുവെങ്കിൽ നമുക്കും അദ്ദേഹത്തെ മാതൃകയാക്കാം. പ്രിയമുള്ളവരെ, മലീമസമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമ്മുടെ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയെയും ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുവാൻ, അതിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.